അർബുദബാധയെ ചിരിച്ചുകൊണ്ട് അതിജീവിച്ച ഒരു പെൺകുട്ടിയെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. കോഴിക്കോട് നരിക്കുനിയിലെ അനുശ്രീ. നമ്മുടെ കഥയിലെ നായിക അനുശ്രീയാണ്. അർബുദം വലതുകാൽ കവർന്നിട്ടും ഡോക്ടറാവുക എന്ന സ്വപ്നത്തിലേക്ക് ഓടിക്കയറുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അനുശ്രീ. പ്രതീക്ഷിക്കാതെ ഒരു നാൾ 14-ാം വയസ്സിലാണ് അർബുദം അനുശ്രീയുടെ ജീവിതത്തിലെത്തിയത്. വലതുകാൽ അർബുദം കവർന്നു. ഞാൻ 8 പഠിക്കുമ്പോഴാണ് കാലിന് ചെറിയൊരു പെയിൻ വന്നത്. അപ്പോൾ സാധാ പോലെ ഇവിടെ അടുത്തൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡൗട്ട് അടിച്ചപ്പോൾ കോളേജിലേക്ക് പോയി. അങ്ങനെ ബയോപ്സി എടുത്തു. കൺഫേമായി. 8 മാസത്തോളം അവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അത് കഴിഞ്ഞ് 9 തൊട്ട് നോർമലായിട്ട് ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. +1 ആയപ്പോൾ ചെറുതായിട്ട് പിന്നെ ഒരു ബ്രേക്കേജ് വന്ന് ബോണിന് അന്നിട്ട സർജറി കഴിഞ്ഞ പ്ലേറ്റിന്. അപ്പോൾ അത് പിന്നെയും മാറ്റി വെച്ച്. അപ്പോൾ പിന്നെ അത് രണ്ടാമത് പൊട്ടിയപ്പോൾ +2 കഴിഞ്ഞപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ ആംബ്യൂട്ടേഷൻ ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ വന്ന് പിന്നെ അത് ചൂസ് ചെയ്തു. കീമോയുടെ വേദന മനസ്സിനെയും ശരീരത്തെയും തളർത്തിയ നാളുകൾ. പ്രതീക്ഷ നൽകി ഒപ്പം നിന്നത് RCCയിലെ ഡോക്ടേഴ്സ് ആയിരുന്നു. ചുറ്റും കണ്ട കാഴ്ചകൾ അനുശ്രീയുടെ മനസ്സിൽ ഡോക്ടറാവുക എന്ന സ്വപ്നത്തിന് വിത്തുപാകി. കുറേ ഇടപെട്ടൊരു സ്ഥലം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ RCCയിൽ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് സർജറി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വേണ്ടിയിട്ട് അന്ന് ഇഷ്ടമായിരുന്നു. മീൻസ് നമ്മൾ കൺസൾട്ട് ചെയ്ത ഓരോ പീഡിയാട്രീഷ്യൻസിനെ ഒക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 3-ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ് അനുശ്രീ ഇപ്പോൾ. എന്ത് വരുവാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള മറ്റു വഴികൾ എന്താണ്, അത് ചൂസ് ചെയ്ത് മുന്നോട്ട് പോവുക. അത്രയ്ക്ക് ചെയ്യാനുള്ളൂ. ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. അപ്പോൾ എന്തായാലും ആ കുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. പഠിച്ച് തന്നെ മുന്നേറട്ടെ. ഒപ്പം തന്നെ ആത്മവിശ്വാസം ഒട്ടും കുറയാതെ തന്നെ ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോട്ടെ. കാരണം ഇതിലൊക്കെ ഏറ്റവും നമുക്ക് പൊരുതാൻ സഹായിക്കുന്നത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസും ഒപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള തോട്ടുമാണെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഈ ക്യാൻസറിനെ തന്നെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നൊക്കെ അതിജീവിച്ചവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരുപാട് രോഗികളുടെ ജീവിതത്തിൽ പ്രകാശം പകരാൻ അനുശ്രീക്കാവട്ടെ. ഇനി ഒരു അപകട വാർത്തയാണ്. എല്ലാവിധത്തിലുള്ള ആശംസകൾ ഞാൻ ഒന്ന് പറയട്ടെ, കാരണം അത് പറയാതെ പോകാൻ പാടില്ല അല്ലേ.